നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നൂഡിൽസിലേക്ക് ഞാൻ മസാലപ്പൊടികളോ അതേപോലെ തന്നെ സോസോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നൂഡിൽസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലപോലെ ചൂടായിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ട് വരട്ടെ. വെള്ളം നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇപ്പി നൂഡിൽസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 280 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 46 രൂപയാണ് ഈ പാക്കിൻ്റെ വില കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ നൂഡിൽസിൻ്റെ ബ്ലോക്കുകൾ ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു തിളയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള വേവിൽ നമ്മുടെ നൂഡിൽസ് കിട്ടുകയും ചെയ്യും. ഈ ബ്ലോക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നല്ല നൂല് പരുവത്തിൽ കിട്ടുകയും ചെയ്യട്ടോ. അപ്പോൾ ഒരുപാട് നേരിട്ട് നമ്മൾ ഇതിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു തിളയ്ക്കുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും കറക്റ്റ് വേവിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നല്ല ചൂട് വെള്ളത്തിലേക്കാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വേവായി പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ചിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആവില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര നൂല് പോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ നൂഡിൽസും കിട്ടുന്നത്. എല്ലാം ഒട്ടി പിടിക്കാതെയാണ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ നല്ല പോലെ ഇതങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നൂഡിൽസൊക്കെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വേവും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതി. അപ്പോൾ തിളയ്ക്കുമ്പോൾ 1-2 മിനിറ്റ് നേരം ഇതിലിട്ട് തിളപ്പിക്കുക. അത്രയും മതി, ഒരുപാട് നേരം വേണ്ട. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നൂഡിൽസ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വേവും ആയിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസിലുള്ള വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ, സാധാരണ പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതേപോലെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീണ്ടും അത് ഇരുന്ന് കുക്കാവാൻ സാധ്യതയുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് ആകെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് നൂഡിൽസ് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് വേവിനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു നൂഡിൽസ് ഇങ്ങനെ എടുത്താൽ തന്നെ അറിയാം നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ല ഒട്ടി പിടിക്കാണ്ട് ആവശ്യത്തിനുള്ള വേവിന് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ, ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ അരിപ്പ ഈ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ അടിയിലത്തെ വെള്ളം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവി മുകളിലേക്ക് വരുമ്പോൾ ഈ അരിപ്പയിലേക്ക് തട്ടുമ്പോൾ ഇതിലുള്ള നൂഡിൽസ് ഒന്നും കൂടി കുക്കാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ നൂഡിൽസ്, അതായത് ഈ അരിപ്പ മാറ്റാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് ഓവർ കുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് കൊടുക്കാം. നൂഡിൽസ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വളരെ കനം കുറച്ച് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ 1/2 ടീസ്പൂണോളം തന്നെ ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തീ വളരെ കുറച്ചിടാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇടുന്ന വഴിക്ക് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2
ചെറിയ പച്ചമുളക് കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിട്ടിട്ട് നമ്മൾ നല്ല പോലെ ഇതങ്ങ് വാട്ടിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വളരെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അതേപോലെ തന്നെ വളരെ കനം കുറച്ചരിഞ്ഞ ഒരു 1/4 കപ്പോളം തന്നെ ബീൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാബേജും കനം കുറച്ചരിഞ്ഞത് ഒരു 1/4 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതിലിട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സെല്ലറിയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് സെല്ലറി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു പുളിപ്പിനാണ്, അധികം കൂടി പോകണ്ട. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരിപ്പ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ചെറിയ മധുരിപ്പും പുളിയോടൊക്കെ കൂടിയാണ് നമുക്ക് നമ്മുടെ നൂഡിൽസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ടൊമാറ്റോ സോസ്, സോയാ സോസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ യിപ്പിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മസാലയുടെ പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് വാട്ടുന്ന സമയത്ത് ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് സോസുകളോ അതേപോലെ തന്നെ എക്സ്ട്രാ മസാലപ്പൊടികളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരുവിധം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ നമ്മൾ ഒരു ഇതേപോലത്തെ 2 ടീസ്പൂണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരുപാട് അങ്ങ് നൂലങ്ങ് പൊട്ടിപ്പോവാതെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നൂഡിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിപ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, അതേപോലെ തന്നെ ഒട്ടി പിടിക്കാതെയാണ് കേട്ടോ നമുക്ക് നൂഡിൽസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കണമെന്നില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്നുമല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സന്തോഷമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കി വീട്ടിൽ ഈസി ആയിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ കുറച്ച് സെല്ലറിയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ടയൊക്കെ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പൊക്കെ ചേർത്തിട്ട് ചിക്കി പൊരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എഗ് നൂഡിൽസ്, അതേപോലെ ചിക്കനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയായി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും ചേരുവകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയൊക്കെ ചേർക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒട്ടും ഒട്ടി പിടിക്കാത്തുള്ള കറക്റ്റായിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്